അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഹോസ്റ്റലിലാട്ടോ ഉള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഞങ്ങളിന്ന് 4 പേരും കൂടെ ഒരുമിച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ദോശയായിരുന്നു. അപ്പോൾ ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പം രഞ്ജു ആണ്ട് ഉള്ളിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവളെ കാണിക്കട്ടെ. ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഞങ്ങളിപ്പോൾ പോയി മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇച്ചിരി കോൾഡ് ഉണ്ട് കേട്ടോ, പൊച്ചയൊക്കെ ചെറുതായിട്ട് മാറുമായിരിക്കും. ഇവിടുമാരവിടെ തുള്ളുക. അപ്പം അപ്പം എന്നെ മിണ്ടായിരിക്കും. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ. ഹോസ്റ്റൽ ജീവിതത്തിൽ എങ്ങനെ കുക്ക് ചെയ്യാം, മിതമായ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ കുക്ക് ചെയ്യാം എന്നാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ബൈ. അരിയ ഇനി പോയി സവോള അരിയട്ടെ. രഞ്ജു എനിക്ക് തൊലി പൊളിച്ചേരാ തൊലി. പേന കത്തി കൊണ്ട് എങ്ങനെ സവോള അരിയാന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ, പക്ഷെ കുഴപ്പമില്ല, അരിഞ്ഞ് വരുന്നുണ്ട്. അവൾ വരെ കാണിച്ചു തേങ്ങ എണ്ണ കടുക് ചെക്കിലാട്ടിയ ശുദ്ധമായ തേങ്ങ എണ്ണ கடுகு வெடிச்சிடுச்சு. இப்போ நம்ம என்ன பண்ண போறோம்னா തക്കാളി നീളത്തിൽ കുനകൊനാന്ന് അരിയണം. ഇങ്ങനെ കൊന നമ്മളിപ്പോൾ പുറത്ത് മേടിച്ചോണ്ട് വന്ന കേട്ടോ. മറ്റേ പിന്നെ വിശന്നപ്പോൾ ചായയും കുടിച്ച് ഒരു മാഗി ഒക്കെ കഴിച്ചു. പിന്നെ തക്കാളി ഇതൊക്കെ മേടിച്ചോണ്ട് വന്നു. ചായ കുടിച്ചു കണ്ണിയുടെ വക മസാജിങ് നടക്കുന്നുണ്ട് രഞ്ജു കേട്ടോ. വീഡിയോ എടുക്കുന്നത് കേട്ടോ. അവള് വീഡിയോയിൽ വരാത്ത. പക്ഷെ ഒരു പ്രാവശ്യം അവളെ കാണിക്കാതെ. ഞാൻ മൂക്കി വർത്താനം പറയുന്നത് എനിക്ക് ജാടയല്ലാരും വിചാരിക്കുന്നത്. ജലദോഷം உப்பிட்டு இல்ல என்னமோ ஒரு கோல்மால் பண்றீங்க. அடி வாங்கி மாட்ட வாங்குறீங்க. ரெஞ்சு நைட் நீ எப்படி தூங்குறேன்னு நான் பார்க்கட்டுமா? நீ எப்படி உயிரோட இருக்க? பிரதியக்கா இன்னைக்கு 2 countries பார்க்கலாம் நைட்டு. வெச்சது வாளானோட गाइस சரி மற்ற 2 countriesல டயலாக் வரு. பிரதியக்கா சொல்லு. பிரதி பார்த்து சொல்லு. வாளானோடாதி வெச்சது வாளானோ. இது பாய் வாய்ஸ் வந்துச்சு, கேர்ள் வாய்ஸ்ல பேசட்டும். சரி இன்னொரு வாட்டி சொல்லு. വാളാനോടാത് അതേതാന്ന് പറഞ്ഞു കൊടുക്ക്. കറക്റ്റ് മറ്റേ ജോർഗീസിന്റെ പുറകിൽ പമ്പ വാള് വെക്കത്തില്ലേ, വെച്ചത് വാളാണോടൊന്നും എടുത്ത് കുളത്തിലോട്ട് എടുത്തില്ലേ. മെസ്സിൽ നിന്ന് ദോശയും വടകറിയും. വടകറി എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ഒരു പരിപ്പുവട രസത്തിനകത്തിട്ട് പീച്ചെടുത്തോണ്ടിരിക്കും. അത് പക്ഷെ രസം കാണത്തില്ല. അപ്പം ഞങ്ങൾ എന്നിട്ട് ദോശയും ഉള്ളിക്കറി പോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാന്ന് ഓർത്തിരിക്കാം. നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുമായിരുന്നു? കുക്ക് ചെയ്യുന്നത് താഴെ കമന്റ് ചെയ്യട്ടോ. കമന്റില്ലോ നമുക്ക് താഴെ മെസ്സിൽ കുക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. വേണമെങ്കിൽ പോയി ഉണ്ടാക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഇൻഡക്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങള് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കും. രഞ്ജു ഹായ് കാണിക്കടി. താഴെ മെസ്സിൽ എന്നൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുന്നേ? അങ്ങനെയല്ല, അവിടെ മാഗിയും പിന്നെ ചായ അങ്ങനെയൊക്കെ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നില്ല അത് ഇത്രയും വലിയ കറിയൊന്നും തോന്നുന്നില്ല എനിക്ക്. പക്ഷെ ഓംലെറ്റ് ചെയ്യാം എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. മറ്റേ സാധനമൊക്കെ നമ്മൾ ചൂടാക്കാനൊക്കെ സമ്മതിക്കും, പക്ഷെ ഇങ്ങനത്തെ ഒന്നും സമ്മതിക്കത്തില്ല. അതെ, അവര് കറി ഉണ്ടാക്കി തന്നിട്ട് നമ്മള് വേറെ കറി ഉണ്ടാക്കുന്നതല്ലിരിക്കും. അതെ, നമ്മൾ അവരെന്താ പോകയാ വഴട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. പച്ചമുളക് നടുക്കൂന്ന് കീറിയിടാം. എത്ര നൊട്ട്? 3 എണ്ണം എരിവ് വേണ്ടേ? 3 എണ്ണം போடலாம். அது பரவாயில்ல, நல்லா இருக்குல்ல.
അത് കട്ട് ചെയ്ത്. ഗൈസ് ഇന്ന് എല്ലാരും പുകഞ്ഞ് ഇവിടെ മൂടുന്ന വേണം. 3 പച്ചമുളക്. ഗൈസ് എന്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലെന്ന് പറഞ്ഞ് രഞ്ജുവിനെ അപമാനപ്പെടുത്തി. എന്നിട്ട് അവളുടെ ഫോണിലെടുക്കാം. അത് അപമാനം അല്ലടി, ഞങ്ങളത് പറഞ്ഞതാ. ഇങ്ങനെ പുകയാക്കിപ്പം. ഞാനും വാങ്ങും ഒരു നാളൊരു പുതിയ ഫോൺ. ഗൂഗിൾ പിക്സൽ വേണ്ട, ആപ്പിൾ ഐഫോൺ മേബി സാംസങ് മേബി സാംസങ് S23 എടുത്ത് നറുക്കണ തക്കാളി. ഗൈസ് ഇവിടെ ഭയങ്കര തണുപ്പാ ഗൈസ്. ഇത് തീയായിരുന്ന ആകെ കായായിരുന്നു. പക്ഷെ തീ കായായിരുന്നു. അയ്യോ ചട്ടി പത്തലേ. കറിവേപ്പിലേ എങ്ങനെയാണെന്നറിയോ? കറിവേപ്പില എങ്ങനെയാണെന്നറിയോ? നമ്മള് ഇലയൊക്കെ ഉണ്ടല്ലോ, പുതിന ആയാലും ശരി, ഇങ്ങനത്തെ കറി ലീവ്സ് ഒക്കെ ആയാലും ശരി, ഇങ്ങനെ അടിക്കുമ്പോഴത്തേനും ഇങ്ങനെ ചെയ്യുമ്പോ അതിന്റെ ഫ്ലേവർ പുറത്തേക്ക് വരും. അപ്പൊ കറിയിലൊക്കെ കുറച്ചുകൂടെ നല്ല ഫ്ലേവർ ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് പിച്ചി കയറിയിട്ടാണ് ശുദ്ധമാണ്. ആച്ചി മഞ്ഞത്തൂൾ. കുറച്ച് മഞ്ഞപ്പൊടി ഇടാവേ. കുറച്ച് ഉടുപ്പ് ഗൈസ്. അമ്മിയിൽ അരക്കാത്ത ശുദ്ധമാണ് മിളകാത്തൂൾ. ശക്തി മിളകാത്തൂൾ. കുറച്ച് മുളക് പൊടി. ശരി, അധികം ഇടണേ. മതി മതി. എല്ലാവർക്കും റെഡ് ലൈറ്റാ. நாளைக்கு இதோட எஃபெக்ட் நாளைக்கு தான் தெரியும். ஃபீட்பேக் will be in the bathroom. இதுக்கெல்லாம் காரணம் ரஞ்சிதா கேஸ். ரஞ்சிதம் நம்ம காலிக்கட் டவுன்லயே இருக்கா. போற அடிக்கணும்னு அடிச்சுக்கிட்டு ரயில்வே ஸ்டேஷன் பக்கத்துல, மார்க்கெட் பக்கத்துல. மார்க்கெட் பக்கம் தானே ரஞ்சு? எல்லாத்துலயும் பக்கம் தான். റെയിൽവേ കോളനിയുടെ അടുത്താ. കട്ട് ചെയ്ത് നോക്കിക്കോ. ഞാൻ തരത്തില്ല, കട്ട് ചെയ്തിട്ടേ തരത്തുള്ളൂ. എടുത്തോ? ഗൈസ് ഇച്ചിരി വെള്ളം ഒഴിച്ചോട്ടോ. അപ്പം മസാലയൊക്കെ അത് കിടന്നൊന്ന് ഇങ്ങനെ കുറുകട്ടെ. പിന്നെ എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അവസാനം 2 കറിവേപ്പില മിച്ചം വെച്ചില്ലേ, അത് ഇട്ട് കുറച്ചൊരു എണ്ണയും കൂടെ മണ്ടലിങ് ഒഴിച്ചു കേട്ടോ, ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ഇത് കാണിച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചോളൂ. പിന്നെ കുറുകി വന്നു. അപ്പം നമുക്കിനി ഓഫ് ചെയ്യാം. രഞ്ജു സാനിയും താഴെ പോയി ദോശ എടുത്തിട്ട് വന്നു. അപ്പം നമുക്ക് ദോശയും ഉള്ളിക്കറിയും കഴിക്കാം. തട്ടുകുട്ടിയാക്കും ഞാൻ എല്ലാവരും കഴിക്കാവേ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവർക്കും എരിവ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല എരിവൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? സെറ്റല്ലേ? കാരോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗായിരുന്നു കേട്ടോ. ഹോസ്റ്റൽ ജീവിതവും ഹോസ്റ്റലിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നൊക്കെ. ഞങ്ങൾ ഇടയ്ക്ക് മാഗിയൊക്കെ ഉണ്ടാക്കും, മുട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങി ഇങ്ങനെ വെച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാ ഞങ്ങൾ സാനി വരുന്നതിന് മുന്നേ ലച്ചു ആയിരുന്നു കേട്ടോ. അപ്പോൾ ലച്ചു ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ കാണിക്കുന്നു. ഇന്ന് ലച്ചുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. മിസ് യു ലച്ചു. നിനക്ക് വേണ്ടി ലച്ചു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടണം കേട്ടോ. എന്നാ
അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൊക്കെ കാണാം. ബൈ.